ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും അജിതിന് ചാനലിലേക്ക് സ്വാഗതം. ഇന്നലെ ഞായറാഴ്ചയായിരുന്നു, അതുകൊണ്ട് ചേച്ചി വെളിയിലൊക്കെ പോയത് കാരണം ഇന്നലെ ചേച്ചിക്ക് വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ചേച്ചി പറഞ്ഞു കൊണ്ടുവരുന്നത് 27 നക്ഷത്രക്കാരുടെയും ഭാഗ്യനിറവും ഭാഗ്യസംഖ്യയും ഭാഗ്യ കളറും ഭാഗ്യരത്നവും ഏതാണെന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പോൾ ചേച്ചി വീഡിയോ ഇടുന്നത്. അതിൽ 2 നക്ഷത്രങ്ങളുടെ കാര്യങ്ങൾ ചേച്ചി നേരത്തെ പറഞ്ഞു. അത് അശ്വതിയും ഭരണിയും. ഇന്ന് 3ാമത്തെ നക്ഷത്രമായ കാർത്തിക നക്ഷത്രം. എൻ്റെ മകൻ്റെ നാളും കാർത്തികയാണ്. എൻ്റെ മൂത്ത മകൻ്റെ നാള് അശ്വതിയാണ്. അവൻ്റെ ആ അശ്വതി നാൾ കഴിഞ്ഞു. ഇത് 3ാമത്തെ നക്ഷത്രമായ കാർത്തിക. അതിൻ്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചേച്ചി പറയുന്നത്. അപ്പോൾ കാർത്തിക നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത്, അവർ ഉപാസനമൂർത്തിയായിട്ട് കാണേണ്ടുന്നത് ദുർഗാദേവിയാണ്. അവരുടെ ഭാഗ്യ നിറമെന്ന് പറയുന്നത് 1 ഭാഗ്യ ദിവസമെന്ന് പറയുന്നത് ഞായറാഴ്ചയാണ്. ഭാഗ്യ കളറെന്ന് പറയുന്നത് ചുമപ്പ് കാവി. ഭാഗ്യരത്നമെന്ന് പറയുന്നത് മാണിക്യക്കല്ലാണ്. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. കാർത്തിക നക്ഷത്രക്കാരുടെ ഉപാസനമൂർത്തി ദുർഗാദേവി, ഭാഗ്യ നമ്പർ 1, ഭാഗ്യ ദിവസം ഞായറാഴ്ച, ഭാഗ്യ കളറ് ചുമപ്പ് കാവി, ഭാഗ്യരത്നം മാണിക്യക്കല്ല്. നിങ്ങൾ ഇതുവരെയുള്ള നിങ്ങളുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മാറുന്നതിന് നിങ്ങളുടെ ഉപാസനമൂർത്തിയായ ദുർഗാദേവിയെ നിങ്ങൾ ആരാധിച്ച് വന്നോളൂ. പിന്നെ ഈ ഭാഗ്യരത്നം കയ്യിൽ ധരിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ഐശ്വര്യങ്ങളുണ്ടാവും. ഇന്ന് വരെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദേവത അല്ലെങ്കിൽ ഉപാസനമൂർത്തി ആരെന്ന് നിങ്ങൾക്ക് അറിയാതാണ് നിങ്ങൾ ഇതുവരെ ആരാധിച്ചു പോയതെങ്കിൽ, ഇന്ന് ചേച്ചി പറഞ്ഞു തരുന്നതനുസരിച്ച് ദുർഗാദേവിയെ നിങ്ങൾ ഒരുപാട് മുറുകെ പിടിച്ചു അതിനെ പ്രാർത്ഥിച്ച് അതിനെ ആരാധന ചെയ്ത് അതിന് നിങ്ങൾ അമ്പലത്തിൽ പോയി ഒരു പൂവ് കൊണ്ടുവന്ന് അതിന് കൊടുത്ത്, നിങ്ങൾ പണ്ടാരപ്പെട്ടി കാശിടാൻ ചേച്ചി പറയത്തില്ല, നിങ്ങളുടെ വീട്ടിലുള്ള ഒരു പൂവ് കൊണ്ട് ചെന്ന് ഒരു പൂവായാലും മതി അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നിങ്ങൾ അവിടെ തൊഴുതിട്ട് വരിക. നിങ്ങൾക്ക് അതിലൊരു പോസിറ്റീവ് എനർജി കിട്ടും. ഇപ്പോൾ അമ്പലത്തിൽ പോകണമെന്ന് അമ്പലത്തിൽ പോയ നമുക്ക് ദൈവത്തിനെ വിളിക്കാമെന്നൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ വിളക്ക് കത്തിച്ചിട്ട് നമ്മുടെ പൂജാ റൂമിൽ ചെന്ന് നമുക്ക് പറഞ്ഞാലും മതി. പക്ഷേ നമ്മുടെ വീട്ടിലുള്ള പൂജാ റൂമിൽ നമ്മൾ ചെന്ന് പ്രാർത്ഥിച്ചാലും നമുക്കൊരു തൃപ്തി വരത്തില്ല. അപ്പം നമ്മൾ അമ്പലത്തിൽ ചെന്നിട്ട് ആ വിഗ്രഹത്തിൽ നോക്കി നമ്മുടെ ദുഃഖങ്ങളും സങ്കടങ്ങളെല്ലാം ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ഭാരങ്ങളെല്ലാം അവിടെ നമ്മൾ പറഞ്ഞെന്നുള്ളൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. പക്ഷേ വീട്ടിലിരുന്ന് നമ്മൾ പൂജാ റൂമിൽ പോയി പറഞ്ഞ് നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് എല്ലാവരും അമ്പലത്തിൽ പോയിട്ട് ഭഗവാനെ കണ്ടിട്ട് നമ്മുടെ പ്രയാസങ്ങളെല്ലാം പറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചേച്ചി പറഞ്ഞതുപോലെ കാർത്തിക നക്ഷത്രക്കാർ ഇതുപോലെ നിങ്ങൾ എന്ത് സാധനം എടുത്താലും, ഒരു മൊബൈൽ എടുത്താലും വണ്ടി എടുത്താലും അവസാനം കൂട്ടുമ്പോൾ 1 വരുന്ന സംഖ്യ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്കി നമ്പർ 1. ഏതെടുത്താലും മൊബൈൽ എടുത്താലും കൂട്ടുമ്പോൾ 1 വരെ നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള മാണിക്യക്കല്ല് കല്ല് മേടിച്ചിട്ട് മോതിരമാക്കി നിങ്ങൾ ഇടുക. ഉപാസനമൂർത്തിയായ ദുർഗാദേവിയെ പൂജിച്ച് നിങ്ങൾ ഇനിയുള്ള ഈ 2025 കാലഘട്ടം നിങ്ങൾക്കൊരു നല്ലൊരു ഐശ്വര്യം നിറഞ്ഞ ഒരു ജീവിതമാകട്ടെ എന്ന് ചേച്ചി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ചേച്ചി പോയിട്ട് വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുത്താൽ ചേച്ചി ഇടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ചേച്ചി